കുപ്പിയിൽ പെട്ട നിലയിലാണ് ബെപ്കോ. 20 രൂപ അധികം ഈടാക്കുന്നത് കാരണം മദ്യം വാങ്ങാനെത്തുന്നവരുടെ ശകാരം കേട്ട് പ്രതിരോധിക്കാനാവാതെ ജീവനക്കാർ. ഒരാഴ്ചയായി ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മദ്യം സൂക്ഷിക്കുന്നതിന് പോലും പരിമിതിയുള്ള സ്ഥലത്ത് എണ്ണിക്കൂട്ടി സൂക്ഷിക്കേണ്ട ഗതികേടിലാണ്. ഡെപ്പോസിറ്റ് തുകയ്ക്ക് രസീത് നൽകി കൈമാറുന്ന കുപ്പി ശേഖരിക്കാൻ കുടുംബശ്രീ ജീവനക്കാരെ ചുമതലപ്പെടുത്തുമെന്നായിരുന്നു ബെപ്കോ MD അറിയിച്ചിരുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്രത്യേക ഏജൻസിക്ക് കൈമാറുമെന്നും ഉറപ്പ്. ഇത് രണ്ടും നടപ്പായില്ല. ഫലത്തിൽ നിന്നുതിരിയാനിടമില്ലാത്ത ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ പലതും കാലിക്കുപ്പി സൂക്ഷിക്കുന്ന ഗോഡൌണുകളായി മാറിയിരിക്കുകയാണ്. ഇന്നലെ 20 രൂപ കിട്ടുമതില്ല, നമുക്ക് ആ ലാഭമല്ലേ. 20 ടച്ചിങ്സ് മേടിച്ചൂടെ? തമിഴ്നാട്ടിൽ കുപ്പി മേടിച്ചാൽ 10 രൂപ മേടിക്കുന്നുണ്ട് അവർ. പക്ഷേ അതിൻ്റെ അടുത്ത് കുടിക്കാനുള്ള സൗകര്യമുണ്ട്. ആ കുപ്പി തിരിച്ചു കൊടുക്കാം. ഇവിടെ സൗകര്യം ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലേ. ഇവിടെ കുപ്പി കൊണ്ടുപോയി കുടിച്ചാൽ അപ്പടി പോലീസ് പിടിക്കും. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് 20 രൂപ ഈടാക്കി ബോട്ടിലുകൾ തിരിച്ചു നൽകുമ്പോൾ ഈ പണം തിരികെ ഏൽപ്പിക്കുന്ന ഈ പദ്ധതി അത് തുടങ്ങിയിട്ട് 3 ദിവസമായി. 3 ദിവസം കൊണ്ട് കൂടുതൽ കുപ്പികളൊക്കെ തന്നെയും എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. കണക്കുകൾ പ്രകാരം 2000-3000-ലധികം കുപ്പികൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുകയും ചെയ്തത്. പക്ഷേ കൃത്യമായൊരു സംവിധാനം അല്ലെങ്കിൽ മുന്നൊരുക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഉപഭോക്താക്കളെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകൾ ഇതുമായി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക കൗണ്ടർ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ ഒരു കുപ്പി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മദ്യം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ ഒരു സ്റ്റിക്കർ പതിപ്പിക്കുമെന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് മദ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ. പാവപ്പെട്ട മദ്യം അടിക്കുന്ന പാവപ്പെട്ട വല്ല 200 ജോലിയൊന്നും വാങ്ങിച്ചത്. ഇത് ഒരു തരികര പരിപാടിയാണ്. കാര്യം വൈൻ ഷാപ്പിൽ വഴക്കുണ്ടാകേ ഉള്ളൂ. പരിസരത്ത് വെച്ച് ബോട്ടിൽ വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്. ക്വാർട്ടർ ബോട്ടിൽ പെട്ടെന്ന് കുടിച്ചിട്ട് കൊണ്ടുവരണമുണ്ട് ഈ പരിസരത്തേക്ക് വെച്ച് തന്നെ. ചിലർ പ്രതികരിക്കുന്നുണ്ട്, ചിലർ നല്ല കാര്യമാണെന്നും പറയുന്നുണ്ട്, ചിലർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഗവൺമെൻറ് തെറി വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്, നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഏതായാലും ജീവനക്കാരോട് കൂടി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത് ഈ കുപ്പിയിലൊക്കെ ഒരു പരിസരത്ത് നിന്ന് തന്നെ മദ്യപിക്കുന്ന നിൽപ്പ് കൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കുപ്പിയിലൊക്കെ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ആളുകൾ ജീവനക്കാരുമായി കൂടുതൽ ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യമൊക്കെ ഇതുവഴി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്.